അലൈഹി വസല്ലം വഫാത്തായപ്പോൾ യാസീൻ ഓതിയതാര ആരും കണ്ടിട്ടില്ല. പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീബി മരിച്ചപ്പോൾ യാസീൻ ഓതിയതാര കണ്ടിട്ടില്ല. തലമുറകളിലെ ഉത്തമമാക്കപ്പെട്ട 3 നൂറ്റാണ്ട് 300 കൊല്ലം സഹാബാക്കൾ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും റസൂലുള്ളാഹി വഫാത്തായ 300 കൊല്ലം വരെ ഇങ്ങനെ ഒരു ആചാരം ഇസ്ലാമിക ലോകത്തില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് പിൻകാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരല്ല, അക്കാലഘട്ടത്തിലെ താബീങ്ങൾ വരെ രേഖപ്പെടുത്തി. മരിച്ചാൽ പ്രവാചകൻ ആ മയ്യത്തിന് എളുപ്പം കബറിലേക്ക് വെക്കാനുള്ള ഒരുക്കങ്ങൾ നടത്താറായിരുന്നു പതിവ്. റസൂലുള്ളാന്റെ മദീനയിലെ കബറിന്റെ അരികിലേക്ക് കത്തപ്പര കെട്ടിയ ചരിത്രമില്ല. പ്രവാചകന്റെ പത്നിമാര് മരിച്ചപ്പോൾ റസൂലുള്ള കബറിന്റെ അരികിൽ പോയി ഖുർആൻ ഓതിയിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിമാര് വഫാത്തായപ്പം അവരെ തലയിലെട്ടുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും തക്ബീർ മുഴക്കി കബറിലേക്ക് കൊണ്ടുപോയിട്ടില്ല. മറിച്ച് ഓരോ മയ്യത്ത് പോകുമ്പോഴും പ്രവാചകൻ പറയും, ആ കിടക്കുന്ന മയ്യത്തിന്റെ സ്ഥാനത്ത് നിങ്ങളാണെന്ന് മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾ ആ മയ്യത്തിന് അനുഗമിക്കണമെന്നല്ലാതെ ആ മയ്യത്തിന്റെ പേരിലുള്ള ദുരാചാരങ്ങൾക്ക് റസൂലുള്ള അനുവാദം കൊടുത്തിട്ടില്ല. ഇനി മരിച്ച വീട്ടിൽ ആദ്യത്തെ ദിവസം മൂത്ത പിയ്യാപ്പന്റെ വകയും, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ പിളിയാപ്പന്റെ വകയും, മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ അളിയന്റെ വകയും കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ തെളിവോ? 3 ദിവസം വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ, അയൽവാസികൾക്ക് പ്രഥമ പരിഗണന. കുടുംബക്കാർക്ക് എന്നല്ല, അയൽവാസികൾ കുടുംബക്കാര് അഥവാ ഈ വീട്ടുകാരെ പരിഗണിക്കട്ടെ.